ഹലോ, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. എൻ്റെ സാന്ത എങ്ങനെയുണ്ട്? ജെറുസലേമിലെ എൻ്റെ ഓണം കാണണ്ടേ എല്ലാവർക്കും? കാണണ്ടൊരു വായോ. ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ്. തൊട്ട് താഴെ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഞാൻ 4ാം നിലയിലാണ്. അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മതി. ഇത് YMCA എന്ന് പറയും. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹോൾ വേൾഡ് യൂത്തിൻ്റെയാണ് കേട്ടോ. അത് പ്രത്യേകം മതമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വരുമായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഒത്തിരി ജനങ്ങൾ അവിടെ അവർ ടിക്കറ്റ് വെച്ചാൽ കേട്ടോ 10 ഷെക്കലാണ് ടിക്കറ്റിന്. അപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യം എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ പൈസയൊന്നും എടുത്തില്ല, ചുമ്മാ അങ്ങ് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാ ഇവിടെ ലൈൻ നിൽക്കുന്നു ആൾക്കാർ. കണ്ടോ, മേരി ക്രിസ്മസ് എന്നൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡെക്കറേഷനാകട്ടോ. ഞാനിങ്ങനെ കാര്യം ക്രിസ്മസ് ആഘോഷമാണെങ്കിലും അത് ജെറുസലേമിലായിട്ടും ഇത്രയും നല്ലൊരു ഡെക്കറേഷൻ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, സത്യം പറയാമല്ലോ. അപ്പം കണ്ടോ ഈ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയാണേ. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ പൈസയൊന്നും എടുത്തില്ലായിരുന്നേ. അപ്പം ഞാനെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആളോട് പറഞ്ഞു, ഞാനിവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഞാനിതിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാനാണ് ഇന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. എന്നോട് കയറിത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ അകത്തോട്ട് കയറി. കുറേ പേര് കാവലൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ ഫ്രീ ആയിട്ട് കയറി. അതിൻ്റെ ഒരു സുഖം വേറെയാണ് കേട്ടോ. നിങ്ങൾ പിശിക്കുക എന്ന് പറയായിരിക്കും, എന്നാലും 100 ഷെക്കൽ എന്ന് പറഞ്ഞാൽ 250 രൂപ ഉണ്ടേ. അപ്പോൾ അതേതായാലും ലാഭമായ സന്തോഷത്തിൽ ഞാൻ ഏതായാലും ഇടിച്ച് അകത്തോട്ട് കയറിയപ്പം യൂതന്മാരാണോ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ എന്നൊന്നും അറിയത്തില്ല. കുറേ ആൾക്കാർക്ക് തൊപ്പികളൊക്കെ ഉണ്ട്, ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ്. ഭക്ഷണം ഇതുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടെൻറ്റുകൾ കെട്ടി വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് ഒരു കിങ്ഡം, ഒരു എന്താ പറയുക, രാജകൊട്ടാരത്തിലേക്ക് കടക്കുന്ന പോലത്തെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളി ഡെക്കറേഷൻ കാണുന്നത്. ഇവിടെ കണ്ടോ, എൻട്രൻസിൽ തന്നെ ഒരാൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ കോണ് ഫ്രഷായിട്ടുള്ള കോണിങ്ങനെ തിളപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചേക്കോ. ചൂടോടെ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം നല്ല തണുപ്പാണ് ജെറുസലേമിലെ. അപ്പം എൻ്റെ കയ്യിലാണ് 5 പൈസയും ഇല്ല. അഥവാ പൈസ ഉണ്ടെങ്കിലും ഞാൻ മേടിക്കത്തൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെ കോണൊക്കെ നല്ല ചൂട് കോണൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ചേട്ടനാണത്. പിന്നെ നമുക്ക് അടുത്ത ടെൻറ്റിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പുറത്തോട്ട് പോയി കുറേ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. ചുമ്മാ ഫോട്ടോ ഒക്കെ എടുക്കുന്നതല്ലേ നമ്മുടെ ഈ പ്രവാസികളുടെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക, ഇടുക, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇടുക എന്നുള്ളതല്ലേ പ്രവാസികളുടെ ഒരു രസം, സന്തോഷം. അപ്പം ഞാനിങ്ങനെ തെരുതരാന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക, തെരുതരാ ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഉണ്ടോ എൻട്രൻസിൽ നിൽക്കുന്ന ചേട്ടൻ ആൾക്കാർ ഇത് ഇറങ്ങി വരുന്ന വഴി, ആ വഴി കൂടെയാണ് ഞാൻ കയറിപ്പോയത്. വലിയൊരു സാന്താക്ലോസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ജെറുസലേമിൽ എൻ്റെ ക്രിസ്മസ് ഇങ്ങനെ തകർത്താടുകയാണ് കേട്ടോ. അപ്പം ഇപ്പുറത്തെ സൈഡിലുള്ള ടെൻറ്റുകളിലൊക്കെ എന്താണെന്നറിയാൻ വേണ്ടി ഞാനങ്ങ് പോയി. എന്ത് രസമാണെന്ന് നോക്കിയാൽ ട്രീ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ, ഒരു രാജകൊട്ടാരം പോലെയില്ലേ. കണ്ടോ ആ മരത്തെ കൂടെ തൂക്കിയിട്ടിരിക്കുന്ന ആ ലൈറ്റുകളും. അപ്പം ഞാൻ ഇതിൻ്റെ അതോട് കയറിയപ്പോൾ എല്ലാത്തിൻ്റെ അത് നിറച്ചു ആളാണ് കേട്ടോ. എന്താണോ ഈ ആൾക്കാരൊക്കെ മേടിക്കാനായിട്ട് കയറുന്നത്? ആർക്കാ മേടിക്കാനാണോ തപ്പാനാണോ? ഞാനും കയറി. ഞാൻ മേടിക്കുന്നത് മേടിക്കാനല്ല, ഞാൻ ജസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് കാണാൻ. എനിക്ക് അതും ഇത് സത്യം പറയാമല്ലോ, ഇത് ജെറുസലേമിലായതുകൊണ്ട് എനിക്കൊരു കൗതുകമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജെറുസലേം എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളെ നിയമപരമായിട്ടെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നെ ക്രിസ്ത്യാനികളുടെ അതായത് ആഘോഷങ്ങളോടൊന്നും നമ്മുടെ ഓർത്തഡോക്സ് യൂതന്മാർ അത് അംഗീകരിക്കുന്നുമില്ല. അത് അവരതിൽ സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാലും കുറേ റിലീജിയസ് അല്ലാത്ത യൂതന്മാർ അല്ലെ ഒത്തിരി പേര് കാണാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള സാന്താക്ലോസുകളും കുട്ടികളും പിന്നെ ഉണ്ടോ നല്ല കറങ്ങുന്ന ക്രിസ്മസ് ട്രീ, എന്തെങ്കിലുമൊക്കെ കുറേ ഇങ്ങനെ പല രാജ്യത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഹോട്ടലാണ് അതിനോട് ചേർന്ന്. അപ്പം അവിടെ നിന്ന് ഒത്തിരി വിദേശികൾ വന്ന് അവിടെ താമസിക്കുന്നുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് കേട്ടോ. പിന്നെ അടുത്ത കടയിലോട്ട് കയറിയപ്പോൾ അവിടെ എല്ലാം കീ ചെയിനാണ് വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള കീ ചെയിനുകൾ, അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ സാന്താക്ലോസിൻ്റെ കീ ചെയിനുകൾ, കുഞ്ഞു പിള്ളേരെ ആകർഷിക്കാനൊക്കെയുള്ള രീതിയിലാണെന്ന് തോന്നി വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്.
ഒരു കൗതുകം. കണ്ടോ, അടിപൊളി വ്യൂ അല്ലേ ഇവിടുന്ന്. എന്നാ ഡെക്കറേഷൻസാന്ന് നോക്കി. എനിക്ക് എടുത്തിട്ടും മതിയാകുന്നില്ല കേട്ടോ, അത്രയും നല്ല ഡെക്കറേഷനാണ് ഇവിടെ. കണ്ടോ, അതിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഒരു തൂണില്ലേ, ഇതുണ്ടോ, ദ ആനുവൽ YMCA ക്രിസ്മസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറിയ ചെറിയ സ്റ്റാച്ചുകൾ, പുൽക്കൂടുകൾ, മാതാവിൻ്റെ എണ്ണ വരെയുണ്ട്. ഒട്ടകത്തിൽ പൊന്നിൻ മീറയും കുന്തിരിക്കവും കൊണ്ട് ഒട്ടകപ്പുറത്ത് വന്നിരിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒട്ടകത്തിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അങ്ങനെ അന്നേരം അവിടെ ഗ്രൗണ്ടിലൊരു വലിയ നക്ഷത്രം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നോക്കി അവിടെ ക്യൂ നിൽക്കുവാണേ. ഈ യൂതന്മാർ ഇങ്ങനത്തെ ഡെക്കറേഷൻസ് അവർക്കില്ലല്ലോ, ഇവർക്ക് വേറെ തരത്തിലാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവർ ക്യൂ നിൽക്കുവാണ് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഞാനും എടുത്തൊരു ഫോട്ടോ. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെയുള്ള യഹൂദന്മാരെ കൊണ്ടൊക്കെയാണ് ഞാൻ ഫോട്ടോ എടുപ്പിക്കുന്നത്. നമുക്കിവിടെ ആരും കൂട്ടിയില്ലല്ലോ. നമ്മുടെ ജോലിയുടെ ഭാഗവും അങ്ങനെ തന്നെയാണ്, ജോലിയുടെ സ്വഭാവവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. പിന്നെ നമ്മളെ സഹായിക്കാനൊക്കെ നമ്മുടെ ചുറ്റുപാടും ജോലി ചെയ്യുന്നവരൊക്കെ കാണും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ. പക്ഷേ നമ്മളെവിടെ എന്ത് കാര്യങ്ങൾ സാധിക്കണമെങ്കിലും നമ്മൾ പോകുന്നതും എല്ലാം നമ്മളിവിടെ ഒറ്റയ്ക്കായിരിക്കും. നമുക്കിവിടെ ഒരു എന്നുള്ളൊരു കാര്യം സങ്കല്പിക്കാനേ പറ്റത്തില്ല. കണ്ടോ, എന്നാ രസമെന്ന് നോക്കി. ഇതാണ് YMCAയുടെ ഇതിൻ്റെ മുകളിൽ കയറിയ ജെറുസലേം മൊത്തം കാണാവേ. എന്നാ അടിപൊളി ട്രീ ആണെന്ന് നോക്കി, അടിപൊളി ട്രീ അല്ലേ. ഇത് രസമല്ലേ. ഇവിടെയുള്ള ആരായിരിക്കും ഇതൊക്കെ വന്ന് അലങ്കരിക്കുന്നതെന്ന് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി. അതായത് ഡിസംബർ 1-ാം തീയതി ആയപ്പോൾ തന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ കേട്ടോ. ഉണ്ടോ, കളർ മാറി മാറി വരുന്നു. ഉണ്ടോ, ആകാശം കാണാൻ നല്ല രസമില്ലേ. അപ്പം ഞാൻ ആകാശവും വിട്ടില്ല, അതും കൂടെ വീഡിയോ എടുത്തു. ഉണ്ടോ, ആ തെങ്ങെന്ന് ഞാൻ പറയുക, എൻ്റെ ദൈവമേ തെങ്ങല്ല, എന്തോ ഒരു ഇതാന്ന് തോന്നുന്നു. എന്താ എൻ്റെ പേരെന്നാ നിങ്ങൾ മറന്നുപോയി, ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഇടും കേട്ടോ. അപ്പം ആ നക്ഷത്രത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് ക്യൂ നിന്ന് എനിക്കിപ്പോഴാണ് കിട്ടിയത്. അപ്പം ഞാൻ തലങ്ങും വിലങ്ങും നിന്നും നല്ല ചെറപറാന്ന് വീഡിയോ എടുത്തു കേട്ടോ. ഉണ്ടോ, എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇനിയിപ്പം ക്രിസ്മസിന് ഞാൻ ക്രിസ്മസിൻ്റെ ദിവസം ഞാൻ ബദ്ലേഹമിൽ പോകുന്നുണ്ട് രാത്രിയിൽ. ഇത് നമ്മുടെ ജെറുസലേമിലെ ക്രിസ്മസ് ആട്ടോ. പിന്നെ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇതുണ്ടോ, യോസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെ ഉണ്ണീശോയുടെയും ഒരു മോഡൽ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. ആ ട്രീയുടെ ഫ്രണ്ടിലായിട്ട് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഒരു ആർക്ക്, അതിൻ്റെ ഉള്ളിൽ മാതാവും യോസേപ്പിതാവും ഉണ്ണീശോയുടെയും ഇതാണ് കേട്ടോ. അവസാനം നമ്മുടെ സാന്താക്ലോസിനോട് ഒരു ബൈ ഒക്കെ പറഞ്ഞ് സാന്താക്ലോസിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ്.